കേരളത്തിലെ വിപ്ലവ പത്രമായ ദേശാഭിമാനിയിൽ ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: മോദി ഭരണത്തിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം കുറഞ്ഞു. അതൊരു സംഘടനയുടെ സർവേ റിപ്പോർട്ടാണ്, വേൾഡ് അറ്റ്ലാന്റിക് കൗൺസിൽ റിപ്പോർട്ട്. വളരെ നല്ലൊരു വാർത്തയാണ്. നാം ഇത് കേരളത്തിൽ ഇരുന്നാണ് വായിക്കുന്നതെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അവർ വിശദമായി തന്നെ അത് എഴുതിയിട്ടുണ്ട്. എല്ലാ കാലത്തും ഇത്തരം വാർത്തകൾ പടച്ചുവിടാൻ ദേശാഭിമാനിക്ക് കഴിയുന്നത് പോലെ മറ്റാർക്കും കഴിയില്ല. അത് പ്രത്യേകത നമുക്കറിയാമല്ലോ. അതിലെ വരികൾ ഇങ്ങനെയാണ്: നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം കുറഞ്ഞെന്ന റിപ്പോർട്ട്. കൃത്യമായിരിക്കും, ചിലപ്പോൾ കുറഞ്ഞിരിക്കും. 2014 നിന്നും 2024 എത്തുമ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൽ വൻ ഇടിവുണ്ടായെന്നാണ് വേൾഡ് അറ്റ്ലാന്റിക് കൗൺസിൽ സർവേ ചൂണ്ടിക്കാട്ടുന്നത്. 124 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ പിന്നോട്ട് പോയത് ഇന്ത്യയാണ്. സഖാക്കൾ ഭരിക്കാത്തത് കൊണ്ട് സംഭവിച്ചതായിരിക്കും. സഖാക്കളുടെ ഭരണം ഉണ്ടായിരുന്ന 2004 മുതൽ 2009 വരെയുള്ള കാലഘട്ടം നമുക്കറിയാം. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. രാജ്യസുരക്ഷ ബാധിക്കുന്നു, അതോടൊപ്പം തന്നെ അഴിമതി കഥകൾ ഉണ്ടാകുന്നു. അത്തരമെല്ലാം അറിയാം. കാരണം അവർ ഭരണത്തിൽ കയറിയപ്പോൾ ഉണ്ടായ ഒരു അവസ്ഥ തന്നെ ആയിരിക്കും ചിലപ്പോൾ നരേന്ദ്രമോദി കയറിയപ്പോഴും മാറ്റം വന്നിട്ടില്ല എന്നായിരിക്കും ചിലപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത്. ഇനിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ വരുന്നത്. കേരളവുമായി നമുക്ക് താരതമ്യം കഴിയുന്ന പോയിന്റുകളാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം വളരെ രീതിയിൽ തകർന്നിട്ടുണ്ട്. ഇനി അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കേരളത്തിലേക്ക് കടന്നു വരാം. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടോ? എത്ര മാധ്യമ പ്രവർത്തകർക്കെതിരെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള കേസുകൾ എടുത്തിരിക്കുന്നത്? പിണറായിയെ വിമർശിച്ചാൽ കേസെടുക്കും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും പിണറായി വിമർശിക്കുകയാണെങ്കിൽ അവർ എന്തെങ്കിലും കാരണം കണ്ടെത്തും. ഏഷ്യാനെറ്റിനെതിരെ കേസ് വന്നിട്ടില്ലേ? റിപ്പോർട്ടറിനെതിരെ കേസ് വന്നിട്ടില്ലേ? ജനൻ TVക്കെതിരെ കേസ് വന്നിട്ടില്ലേ? മറുനാടനെതിരെ കേസ് വന്നിട്ടില്ലേ? അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നവരാണ്. പിന്നീട് ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാമല്ലോ. അതോടൊപ്പം തന്നെ വിവരങ്ങൾ ലഭിക്കാനുള്ള അവകാശം. ചോദിച്ചാൽ മതി, ഉടൻ തന്നെ വിവരങ്ങൾ എടുത്തു നൽകും. പത്രക്കാരെ, മാധ്യമങ്ങളെ പോലും കൃത്യമായി കാണാൻ അങ്ങനെ തയ്യാറാകാത്ത ഒരു മുഖ്യമന്ത്രിയാണ് നിലവിലേത്. മുൻകാലങ്ങളിൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. എല്ലാ വെള്ളിയാഴ്ച തോറും, വ്യാഴാഴ്ചയായിരുന്നു ഈ മന്ത്രിസഭാ യോഗങ്ങൾ ചേരുന്നത്. അതിനുശേഷം ആ മന്ത്രിസഭാ യോഗങ്ങളെ കുറിച്ച്, അതിലെടുത്ത തീരുമാനങ്ങളെ കുറിച്ച് മാധ്യമങ്ങളെ കൃത്യമായി ബോധിപ്പിക്കുന്ന ഒരു ഏർപ്പാട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് മുഖ്യമന്ത്രി ഇപ്പോൾ തയ്യാറാകുന്നില്ല. മാധ്യമങ്ങളോട് വലിയ അടുപ്പം കാണിക്കുന്നതാണ്. അവർ നരേന്ദ്രമോദി പത്രസമ്മേളനം നടത്തുന്നില്ലെന്ന് പറയുമ്പോഴാണ് ഈ കേരളത്തിൽ ഉണ്ടാകുന്നത്. ആണ്ടിലൊരിക്കൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടും വാർത്താ സമ്മേളനത്തിലായി. പിന്നീട് ഈ ദേശാഭിമാനിയും കൈരളി TVയും അടക്കമുള്ളവർ ഇരുന്ന് ചോദ്യം ചോദിക്കും, സമയം കൊല്ലും. അതിനുശേഷം അദ്ദേഹം ഇന്നത്തേക്ക് തീർന്നിട്ടുണ്ട്, ഇനി അടുത്ത തവണ കാണാമെന്ന് പറയും. മാവേലി പോലെ തന്നെ. പിന്നെ അടുത്ത വർഷമായിരിക്കും അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. മറ്റൊരു വിവരങ്ങൾ ലഭിക്കാനുള്ള അവകാശം, സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം. കേരളത്തിലും സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം നാം കാണുന്നുണ്ടല്ലോ. ആരെങ്കിലും സംഘടിച്ച് പിണറായിക്കെതിരെ തിരിയുകയാണെങ്കിൽ അവരുടെ ഗതികേടാണ്. രക്ഷാപ്രവർത്തനം ഉണ്ടാകും. രക്ഷാപ്രവർത്തനം നടപ്പിലാക്കുന്നത് ആരെല്ലാമായിരിക്കും? DYFIക്കാരും CPMകാരും കൂടെ പോലീസുകാരും. അത് നാം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ടല്ലോ. രക്ഷാപ്രവർത്തനമായിരുന്നു. യൂത്ത് കോൺഗ്രസ്സുകാരെ കുനിച്ചു നിർത്തി ഇടിക്കുകയാണ്. ആ കുനിച്ചു നിർത്തി ഇടിയാണ് ഇപ്പോൾ നാം കുറച്ചു നാളുകളായി ഈ പോലീസിൽ കാണുന്നത്. പോലീസ് തെമ്മാടികൾ, എല്ലാ തെമ്മാടികളുമല്ല, ചില പോലീസിലെ തെമ്മാടികൾ നാം ദൃശ്യങ്ങളിൽ തന്നെ കണ്ടിരുന്നല്ലോ. യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനെ കുനിച്ചു നിർത്തി ഇടിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ വലിയ രീതിയിൽ DYFI പ്രവർത്തകർ ഉൾപ്പെടെ രംഗത്ത് വരികയാണ് ഈ പോലീസിന്റെ ഇത്തരം ക്രൂരമായ പ്രവർത്തനങ്ങൾക്കെതിരെ. അതിനെതിരെ ശബ്ദിക്കാൻ ഇവിടെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയന് കഴിയുന്നുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് ഈ ദേശാഭിമാനി സൂചിപ്പിക്കാത്തത്? ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യം കുറഞ്ഞു എന്നത്. കേരളത്തിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഏറ്റവും അധികം തടയിടുന്നത് ആരാണ്? കണ്ണൂരിലെയും കാസർഗോഡെയും പാർട്ടി ഗ്രാമങ്ങളിൽ പോയാൽ അറിയാം. ഒരു സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ കഴിയില്ല. തിരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് പോളിംഗ് ഏജന്റായി ഇരിക്കാൻ കഴിയില്ല. ഒരു സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ കഴിയില്ല, പോസ്റ്റർ ഒട്ടിക്കാൻ കഴിയില്ല, കൊടിയുയർത്താൻ കഴിയില്ല. പാർട്ടി ഗ്രാമങ്ങളിൽ എന്താണ് നടക്കുന്നത്? അവിടെയാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കുറഞ്ഞത്. വർഷങ്ങളായി ഈ പാർട്ടി വളർന്നു കയറിയ ശേഷം അവിടെ ജനാധിപത്യമുണ്ടോ? അവിടെ ഏകാധിപത്യമാണ്. കണ്ണൂരിലെ പല തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, അവിടെ സ്ഥാനാർത്ഥി ഇല്ലാത്തത് എന്താണ്? അവിടെ മറ്റു പാർട്ടിക്കാരൊന്നും ഇല്ല. ഇത് ക്യൂബയാണോ, അതോ ചൈനയാണോ, അതോ ഉത്തര കൊറിയയാണോ?
മറ്റു പാർട്ടിക്കാരുണ്ട്, അവിടെ BJP-ക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ജനതാദളുകാരുണ്ട്, ലീഗുകാരുണ്ട്, എല്ലാ പാർട്ടിക്കാരുമുണ്ട്. പക്ഷെ മത്സരിക്കാൻ പേടി. ഒരു ഫാസിസ്റ്റ് നിലപാടാണ് അവിടെ CPM കൈക്കൊള്ളുന്നത്. കാസർഗോഡ് ഉൾപ്പെടെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. അവിടെയാണ് ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യം കുറഞ്ഞത്. അപ്പോൾ ഈ ഹെഡിങ് കൃത്യമായി തന്നെ യോജിച്ചു നിൽക്കുന്നത് കണ്ണൂരിലെയും കാസർഗോഡിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടകുത്തളങ്ങളിലാണ് ഇത്തരം രാഷ്ട്രീയ സ്വാതന്ത്ര്യം കുറഞ്ഞിരിക്കുന്നത്. എതിർക്കുന്നവർക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നു. എന്തായാലും അത് കേരളത്തിലെ ജനങ്ങൾ പതുക്കെ തിരിച്ചറിയുകയാണ്. അത് ഇത്തരം നീക്കങ്ങൾ നാം പശ്ചിമ ബംഗാളിൽ കണ്ടിട്ടുണ്ട്. ഇതേ സമാനമായ രീതിയാണ്. അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, ഏകാധിപത്യ രീതിയാണ്, പാർട്ടിക്കാർക്ക് തന്നെയാണ് നിയമനങ്ങൾ. അതിൽ ഈ നിയമനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. സ്വാതന്ത്ര്യ, അഭിവൃദ്ധി എന്നീ 2 മേഖലകൾ തിരിച്ചാണ് ഈ സർവേ നടന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റു ഘടകങ്ങളും പരിശോധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാന രാഷ്ട്രീയമാണ്. അത് കഴിഞ്ഞുള്ള സംഭവമാണ് തമാശ, നിയമനം നമുക്കറിയാമല്ലോ. എവിടെയാ രാഷ്ട്രീയ നിയമനങ്ങൾ ആരാണ് നടത്തുന്നതെന്നും, ഭാര്യയ്ക്ക് ജോലി, മക്കൾക്ക് ജോലി, അതോടൊപ്പം തന്നെ പാർട്ടി ചെങ്കൊടി പിടിച്ചവന് ജോലി, ചെങ്കൊടി പിടിച്ചവന്റെ ഇനി ഭാര്യമാർ നിരന്തരം, അത് നമുക്കറിയാമല്ലോ. പല സർവകലാശാലകളിൽ ഉൾപ്പെടെ പാർട്ടി കൊടി പിടിച്ച നേതാക്കളുടെ ഭാര്യമാർ ഇപ്പോൾ ജോലി ചെയ്യുകയാണ്. അവർക്ക് ഈ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടെന്ന് തോന്നുന്നു. ഇതെങ്ങനെയാണ് ഇത് നേടുന്നതെന്ന് ഒരു വിവരവുമില്ല. ഇനി അത് DYFIക്കാർ ഈ അധ്യാപക ജോലി, സർവകലാശാല ജോലി നേടുന്ന ഒരു ഭാര്യ എനിക്ക് വേണമെന്ന് നേരത്തെ സ്വപ്നം കണ്ട് അങ്ങനെ കെട്ടുന്നതാണോ എന്നറിയില്ല. ഈ DYFIക്കാരന്റെ ഭാര്യ ആയാൽ ഇത്തരം ജോലി ഉറപ്പാണ്. സർവകലാശാലയിലും കോളേജിലും ജോലി ഉറപ്പാണ്. അതാണ് ഇവിടെ നിയമനം. അതോടൊപ്പം തന്നെ സാമ്പത്തികം നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഇന്നലെ തന്നെ തൃശ്ശൂരിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടല്ലോ. DYFIയുടെ നേതാവ് തന്നെ പറയുന്നത്, കപ്പലണ്ടി വിറ്റ് നടന്ന അവിടുത്തെ മുതിർന്ന CPM നേതാവായ കണ്ണൻ ഇന്ന് കോടീശ്വരനാണ്. കപ്പലണ്ടി വിറ്റ് കോടീശ്വരനായി. പണ്ട് ഇത്തരം കഥകൾ ഇനി അംബാനിയും അദാനിയും പോലും ഇത്തരം അവരെക്കാൾ കടത്തിവെട്ടുന്ന കഥകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. എല്ലാവർക്കും മാതൃകയാണ്. കപ്പലണ്ടി വിറ്റും കോടീശ്വരനാകാം. ആ രീതിയിലാണ് എന്തായാലും അങ്ങനെ വിവിധ മേഖലകൾ പരിശോധിക്കുമ്പോൾ ഈ വാർത്ത അനുകൂലമായി വന്നിരിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തെക്കുറിച്ച് എന്തായാലും ഈ വേൾഡ് അറ്റ്ലാന്റിക് കൗൺസിലിന്റെ ഒരു സർവേ ആവശ്യമായിട്ടുണ്ട്. അത് എല്ലാ മേഖലയിലും നടത്തണം. രാഷ്ട്രീയ നിയമനങ്ങൾ, സർക്കാർ PSCയുടെ നിയമനങ്ങളെ കുറിച്ച് നമുക്കറിയാമല്ലോ. പിന്നീട് അഴിമതി കഥകൾ, ഈ സപ്ലൈകോയുമായി ബന്ധപ്പെട്ട അവിടെ സാധനങ്ങളില്ല, പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം, അങ്ങനെ ഓരോ മേഖലയും തകരുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. എല്ലാം കാരണഭൂതന്റെ അനുഗ്രഹമായി നമുക്ക് കാണാമെങ്കിലും എത്ര നാൾ ഈ കാരണഭൂതന്റെ അനുഗ്രഹം നമുക്ക് ഏൽക്കുമെന്ന കാര്യം തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ഇതിനെ ജനങ്ങൾക്കിടയിൽ എത്തിച്ച് ജനങ്ങൾ ഈ കാരണഭൂതനെ താഴെ ഇറക്കിയ പ്രതിഷ്ഠ ഉടയ്ക്കുവാൻ തയ്യാറാണ്, ആ വിഗ്രഹം തകർക്കുവാൻ തയ്യാറാണ്. പക്ഷെ ആ വിഗ്രഹം തകർക്കുമ്പോൾ മറ്റൊരു പുതിയ വിഗ്രഹം വയ്ക്കാൻ മറ്റൊരാളില്ല. അതാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. ആരെ അവിടെ പ്രതിഷ്ഠിക്കും? ആ പ്രതിസന്ധിയാണ് ഉള്ളത്. എന്തായാലും അങ്ങനെ ഒരു വിഗ്രഹം കൃത്യമായി തന്നെ കോൺഗ്രസ് പാർട്ടിയോ BJPയോ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ ഉറപ്പായി തന്നെ പറയാം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ അധികാരത്തിൽ വരാൻ കഴിയും. പക്ഷെ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമല്ല, അവർ തെരുവുകളിൽ ഇറങ്ങുന്നില്ല. അവർ തന്നെ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള നേതാക്കളുടെ പ്രതിസന്ധിയിൽ ഒരു ഭാഗത്തേക്ക് കോൺഗ്രസ് തകർന്നു വീഴുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ ഉയർച്ച കാണിക്കുന്നില്ല. അവർ ചില കാര്യങ്ങളുടെ പുറകെ പോകുകയാണ്. ഗ്രൂപ്പിസവും അതോടൊപ്പം തന്നെ സ്വയം താല്പര്യങ്ങളും. ഈ നേതാക്കളെന്നും AC കാറിൽ നിന്നും താഴെ ഇറങ്ങി മണ്ണിലിറങ്ങിയാലല്ലേ പ്രവർത്തകർക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് തന്നെ കാരണഭൂതനെ തന്നെ, ആ സൂര്യ തേജസ്സിനെ തന്നെ നാം ഇനിയും ചുമക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനു മുൻപ് ഇത്തരം സർവേകളും നടത്തി സത്യം ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ദേശാഭിമാനിയും തയ്യാറാകണം. ഇന്ത്യയിലെ ഈ സംസ്ഥാനമായ കേരളത്തെക്കുറിച്ചും ഇത്തരമൊരു സർവേ ഫലം ദേശാഭിമാനിയിലൂടെ തന്നെ പ്രതീക്ഷിക്കുന്നു.